വിഴിഞ്ഞത്ത് അദാനിയുടെ ഷെയർ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പത്രത്തിൽ നേരത്തെ വാർത്ത വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അതുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇതിനുള്ളൊരു മറുപടിയായിട്ട് ഒരു വിശദീകരണമായിട്ട് ഇന്ന് പത്രസമ്മേളനം നടത്തി. ഇതിനകത്ത് പ്രധാനമായിട്ടും ആ കാര്യങ്ങളൊക്കെ വിട്ട് വീണ്ടും വിഴിഞ്ഞത്തിന്റെ കാര്യവുമായി സതീശനും അദാനിയും തമ്മിലുള്ള ബന്ധവും ഒക്കെ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ കള്ളക്കളി നടത്തുന്നു, ഇതിനു മുമ്പേ നേരത്തെ ഉണ്ടായ പ്ലാനാണ്, അല്ലെങ്കിൽ വി.ഡി. സതീശനും അദാനിയും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഇതൊക്കെ എന്നുള്ള ഒരു ആരോപണമായിട്ടാണ് ഗോവിന്ദൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വി.ഡി. സതീശൻ അതിന് മറുപടി പറഞ്ഞു തൊട്ടു മുമ്പ്, അതിന് തുടർച്ചയായിട്ടാണ് ഗോവിന്ദനും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാദപ്രതിവാദം നടത്തിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നതാണ് ഒരു സംശയം വരുന്നത്. അല്ല, മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും UDFന്റെ സ്റ്റാൻഡ് അല്ലെങ്കിൽ UDFന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണെന്ന് പറയുകയും ദേശാഭിമാനി, ഞാൻ ഇതിനു മുൻപും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി സംസാരിക്കാൻ വരികയാണെങ്കിൽ, വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിക്കാൻ വരികയാണെങ്കിൽ അത് CPM-ന് എതിരെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ CPM-നെതിരായി എന്തെങ്കിലും ഒരു കാര്യം പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. അത് അതുപോലെ തന്നെ ഉണ്ടായി. ദേശാഭിമാനിയുമായി അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ ഈ വാർത്ത എങ്ങനെ വന്നു, മറ്റൊരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത, അത് ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദ്യം ദേശാഭിമാനിയിലല്ല വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും കിട്ടാത്ത ഒരു വാർത്ത എങ്ങനെയാണ് ദേശാഭിമാനിക്ക് കിട്ടിയത്? അതിന്റെ സോഴ്സ് എന്താണ്? അത് പാർട്ടി വഴിയല്ലേ? ഇതിനു മുൻപ് തന്നെ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല ആവർത്തി പറഞ്ഞതാണ്, LDF നടത്തിയ കോൺക്ലേവിൽ അവർ പങ്കെടുത്തിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ സർക്കാർ നടത്തിയ കോൺക്ലേവിൽ ആ കമ്പനി പങ്കെടുത്തിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് വി.ഡി. സതീശൻ ആവർത്തിച്ചു പറയുന്നത്. സതീശൻ എന്ന മുഖ്യമന്ത്രി പാർട്ടിയുടെയും തന്റെയും നിലപാട്, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനിയെ പഴിചാരി ഈ വിഷയത്തിൽ നിന്ന് സർക്കാരിന് ഊരിപ്പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും സാധാരണക്കാരായ ജനങ്ങൾ മുഖ്യമന്ത്രി എന്ത് പറയുമെന്ന് കേൾക്കാൻ കാത്തിരുന്നു. അത് കൃത്യമായി പറയുകയുണ്ടായി. ഇതുവരെയും ഇല്ലാത്ത പോലെ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മാധ്യമങ്ങളുടെ വരെ വാടപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മുഖ്യമന്ത്രി കുറച്ച് സമയം എടുക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ പറയുന്നു, കൃത്യമായ മറുപടിയായിട്ട് എത്തുന്നു. അതിന് അടുത്ത മറുപടി എന്ന വിധമാണ് ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ദേശാഭിമാനിയെ തള്ളുകയാണ് ചെയ്തത്. ആദ്യം കുറെ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദേശാഭിമാനിയിലല്ല വന്നതെന്നും ഒക്കെ പറഞ്ഞിട്ട് ദേശാഭിമാനിയെ തള്ളുകയാണ് ചെയ്തത്. അങ്ങനെ പാർട്ടി പത്രത്തിനെ തള്ളി പറഞ്ഞാൽ ഈ വിഷയം തീരുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഗോവിന്ദൻ പറഞ്ഞത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു, ഇതൊക്കെ വിവാദങ്ങളിലേക്ക് പോകില്ലേ ആ ഒരു തരത്തിൽ ദേശാഭിമാനി കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോഴും സോഴ്സ് ഏതാണ്? മറ്റു മാധ്യമങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും CPM-നോ അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിനോ ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയാൻ ഗോവിന്ദൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായി അദാനിയും വി.ഡി. സതീശനും തമ്മിലുള്ള ബന്ധം, ഇപ്പൊ വി.ഡി. സതീശൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ദേശാഭിമാനിയിൽ ഇതെങ്ങനെ വന്നു, ഇതിന്റെ സോഴ്സ് എന്താണ്, കഴിഞ്ഞ സർക്കാരിന് പങ്കില്ലേ? അത്തരം കാര്യങ്ങളിൽ ഉത്തരം പറയാൻ ഇപ്പോഴും ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്? ദേശാഭിമാനിയെ തള്ളാൻ വേണ്ടി മാത്രമായിട്ടാണോ മാധ്യമങ്ങളെ കണ്ടത്? അല്ല, ദേശാഭിമാനിയെ തള്ളുന്നതോടുകൂടി തന്നെ ഇതിനകത്ത് വന്ന കാര്യങ്ങളൊക്കെ ഒരു കുറ്റേറ്റ് പറയുന്ന പോലെയാണല്ലോ. കാരണം പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനിയെ തള്ളി പറയുന്നു. അപ്പോഴും ദേശാഭിമാനിയിൽ വരരുതായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, വന്നത് കറക്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണല്ലോ. അത് ശരിയായിരുന്നു വന്നത്. അല്ലെങ്കിൽ ഇത് ഒരു വാർത്തയെ തെറ്റായിരുന്നു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യം എക്കണോമിക് ടൈംസിലാണ് വന്നത്. അതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് എക്കണോമിക് ടൈംസിൽ ആദ്യം പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം പിന്നെ വേറൊരു നാഷണൽ മീഡിയാസ്, ദേശീയ പത്രങ്ങളിലാണ് വന്നത്. അതിനുശേഷമാണ് ഈ ദേശാഭിമാനിയിൽ വന്നതെന്ന് പറയുന്നു. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാരണമുണ്ട്, കേരളത്തിലെ മറ്റ് മുഖ്യധാര പത്രങ്ങളിലോ അല്ലെങ്കിൽ ചാനലുകളിലോ ഒന്നും ഈ വാർത്ത വന്നിട്ടില്ല. അപ്പോൾ ഇത് ദേശാഭിമാനിയിൽ വരരുതെന്ന് പറയുമ്പോഴൊക്കെ തന്നെ ഇതിനകത്ത് ഈ വാർത്തയെ തെറ്റാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് പാർട്ടി പത്രമാണ്, അതിൽ വന്നത്. അതുകൊണ്ട് തൽക്കാലം എന്താണ്, ദേശാഭിമാനി തള്ളി പറഞ്ഞിട്ട് മുഖം രക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കൂട്ടത്തില് വി.ഡി. സതീശന് രണ്ട് ചീത്ത പറയുക, അല്ലെങ്കിൽ വി.ഡി. സതീശനും അദാനിയും തമ്മിൽ നടത്തിയത് കള്ളക്കളിയാണെന്നൊക്കെ പറയുക. ഇതൊക്കെ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിട്ടൊന്നുമില്ല. ഇവർക്കൊന്നും തൽക്കാലം എന്ത് വേണം, ഈ സംഭവങ്ങൾ വിഴിഞ്ഞത്ത് CPM-ന്റെ ഒരു പങ്കുമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമല്ലോ. വിഴിഞ്ഞത്ത് CPM-ന്റെ കൈ പൊള്ളുമെന്ന് CPM-ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രതിഷേധവും കടുപ്പിക്കാഞ്ഞത്. അല്ലെങ്കിൽ ഇത്രയും നല്ല ഒരു അവസരം വീണ് കിട്ടിയിട്ട് മുഖ്യമന്ത്രിയും അദാനിയും തമ്മിൽ ഈ പറയുന്ന പോലെ CPM ആരോപിക്കുന്നത് പോലെ ഒരു ബന്ധമുണ്ടെങ്കിൽ എന്തിനിവർ മിണ്ടാതിരിക്കണം? അപ്പൊ ഇത് തിരിഞ്ഞു കൊത്തുമോ എന്നൊരു കാരണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുമോ എന്നുള്ളൊരു ഭയം ഉള്ളിനുള്ളിൽ ഉണ്ടാവുമല്ലോ. തിരിഞ്ഞു കൊത്തുമോ എന്നുള്ള ഭയമല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടിയായിട്ട് വി.ഡി. സതീശൻ രണ്ടാമത്തെ ദിവസം വീണ്ടും
പത്രസമ്മേളനം നടത്തും. അപ്പൊ അതിൽ കിട്ടുന്നത് ഇതിലും വലിയ അടിയായിരിക്കും. അന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാളും നന്നായിട്ട് വി ഡി സതീശൻ പഠിച്ചു വന്നിട്ട് പറയും CPM അങ്ങനെ ചെയ്ത കാര്യം, ഇത് കാര്യം ചെയ്ത കാര്യം ഒക്കെ ഒക്കെ എന്ത് മറ്റുള്ളവർ ചെയ്ത കാര്യം മാത്രം എടുത്തു പറയരുത്. അത് തന്നെ ഈ സർക്കാർ ആവർത്തിക്കുന്നുള്ളത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. എന്നാലും CPM ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് അത് വീണ്ടും ആ പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ ഇതോടുകൂടി CPM വീണ്ടും പൊല്ലാപ്പിലാവുകയാണ് ചെയ്യുന്നത്. കാരണം അതിനും കൂടി ഉത്തരം പറയേണ്ട അവസ്ഥയാവും. അപ്പൊ തൽക്കാലം കൂടുതലായിട്ട് ആക്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നായിരിക്കും ചിലപ്പോൾ CPM തോന്നുന്നത്. അല്ല, സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള നിലപാട് പറയുന്നു, സർക്കാർ ശരിയായ കാര്യങ്ങൾ പറയുന്നു. സർക്കാരിലുള്ള മതിപ്പ് കൂട്ടിയെടുക്കുമ്പോഴും അവിടെ ഒരു എതിർ അഭിപ്രായമുള്ളത് പല വിഷയങ്ങളിലും VD സതീശൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സർക്കാർ അങ്ങനെ ആയിരുന്നില്ലേ, കഴിഞ്ഞ മുഖ്യമന്ത്രി അങ്ങനെ ഒരു താരതമ്യത്തിലേക്ക് പോകാതെ താരതമ്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 10 വർഷം നാളിനെ തന്നെ വീണ്ടും തുടർഭരണം ജനങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. അത്തരം താരതമ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കുറച്ചുകൂടി VD സതീശൻ പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്തിനാണ് ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ വിഷയം പറഞ്ഞ് വിഴിഞ്ഞത്തുനിന്ന് തടിയൂരാൻ ശ്രമിക്കുന്നത്. വിഴിഞ്ഞത്തിലെ 3 വകുപ്പുകളുടെ കാര്യം ചോദിക്കുമ്പോൾ എന്തിനാണ് കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയുന്നത്? ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അതുപോലെ തന്നെയാണ് അദാനിയെ കാണാൻ പോയി. ഞാൻ അദാനിയെ കാണാൻ പോയിട്ടുണ്ട്. മുമ്പ് CPM നടത്തിയ കോൺക്ലേവില് മുമ്പിലത്തെ വർഷം CPM നടത്തിയ കോൺക്ലേവില് MSC ഷിപ്പിംഗ് കമ്പനിയുടെ ആൾക്കാർ വന്നിരുന്നു എന്നുള്ള പറയുന്നത്. അപ്പം ഞാൻ അദാനി കാണുന്നതുകൊണ്ട് പോണതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പുറത്ത് ഇവരിത് ചെയ്തതുകൊണ്ട് എന്നുള്ളൊരു താരതമ്യമാണ് അവിടെയും വരുന്നത്. അത്തരം താരതമ്യങ്ങൾ ഒഴിവാക്കിയാൽ സർക്കാരിന്റെ നിലപാട് പറഞ്ഞു, VD സതീശൻ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം താരതമ്യങ്ങളായിരിക്കണം ജനങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ അവരത് ചെയ്യുമ്പോൾ എനിക്കിത് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അത് തിരുത്തണമെന്നല്ല, അത് പക്ഷെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പാർട്ടിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത്തരം താരതമ്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 2 പാർട്ടി അല്ലെങ്കിൽ 2 മുന്നണിയും തമ്മിലുള്ള താരതമ്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണമായിരുന്നു. എന്തായാലും MV ഗോവിന്ദൻ അല്ലെങ്കിൽ MV ഗോവിന്ദൻ ഒന്ന് മറുപടി പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ദേശാഭിമാനിയെ തള്ളാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനായിരുന്നു ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് വന്നത്? കഴിഞ്ഞ ദിവസം MV ജയരാജൻ പറഞ്ഞു, പാർട്ടിയിൽ വിമതരായി മത്സരിച്ചവരൊക്കെ അല്ലെങ്കിൽ വർഗവഞ്ചകരൊക്കെ തെറ്റ് തിരുത്തി വരികയാണെങ്കിൽ അവരെന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവർ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ MV ജയരാജനെ തിരിച്ചടിയെന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനാണ് ഈ ഒരു വിഷയം എടുത്തിട്ടത്? പാർട്ടിയോട് അനുവാദം ചോദിക്കാതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് കൂടുതൽ ചർച്ചയ്ക്ക്. ഞാൻ പറയുന്നത് CPM-ന് അത് വീണ്ടും ഒരു നെഗറ്റീവ് ആവുകയാണ് ചെയ്തത്. തെറ്റ് തിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. അവരെന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് അവരും കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കാനുള്ളതും. ആ മറന്ന വിഷയത്തെ വീണ്ടും ഈ വിഷയം പൊക്കിക്കൊണ്ടുവന്നത് MV ജയരാജനാണ്. അപ്പോഴും നിലപാടിൽ ഉറച്ച് ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് MV ജയരാജനാണ്. അപ്പോ പോലും ഗോവിന്ദൻ നിലപാട് സാധാരണഗതിയിൽ പല നിലപാടുകളാണ്. ഇപ്പൊ ദേശാഭിമാനിയെ തള്ളിയതുപോലെ ഈ പഴയ നിലപാടും തള്ളുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ ആ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു. ഒരു കാര്യം അതിന്റെ ഇടയ്ക്ക് പറയട്ടെ, രാവിലെയാണ് MV ഗോവിന്ദൻ MV ജയരാജനെ എതിരെ പറയുന്നത്. അങ്ങനെ ചെയ്തായിരുന്നു, അതിപ്പോ എടുത്തിടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത്? വർഗവഞ്ചകരെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പോകുന്നില്ല. പക്ഷെ അതിനുശേഷം പറയാണ് ഒരിക്കലും തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അതിനുശേഷം പറയാണ് തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇതേ സംഭവം തന്നെയാണല്ലോ പറഞ്ഞത് MV ജയരാജൻ. അപ്പൊ MV ജയരാജനെ സപ്പോർട്ട് ചെയ്യാല്ലേ? രാവിലെ MV ജയരാജനെ കുറ്റപ്പെടുത്തി പറയുന്നു, വൈകിട്ടാകുമ്പോഴേക്കും അത് തിരിച്ചു പറയുന്നു. അല്ല, ഇവർക്ക് തന്നെ സത്യം പറഞ്ഞാൽ പാർട്ടിക്കകത്ത് എടുക്കുന്ന നിലപാടുകളിൽ അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. ആരെടുക്കുന്ന നിലപാടാണ് ശരിയെന്നോ ഏത് നിലപാടാണ് കൈക്കൊള്ളേണ്ടതോ അല്ലെങ്കിൽ ഏത് നിലപാട് കൈക്കൊള്ളണമെന്നുള്ള ഒരു സ്ഥിതിയില്ല. CPM-ൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ CPM ഇതുവരെ ഇല്ലാത്ത പരാജയം, 3 പരാജയം നേരിടുന്നു. അല്ലെങ്കിൽ CPM-ന് പരാജയമൊന്നും ആദ്യത്തെ കാര്യമല്ല. എന്നാൽ പോലും MV ജയരാജൻ പറയുന്നത് എന്ത്, MV ഗോവിന്ദൻ പറയുന്നത്, ഇതിൽ രണ്ടിലും പ്രതികരിക്കാതെ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ നിൽക്കുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ അകത്ത് തന്നെ പുതിയൊരു ഗ്രൂപ്പ്, പഴയ കോൺഗ്രസിലേക്ക് പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകാൻ പോകുന്നു. അതിന് ബേബി മൗനമായി പിന്തുണ കൊടുക്കുന്നു. മൊത്തത്തിൽ CPM-ന് തന്നെ ഏത് വിഷയം എടുത്ത് ഇടണമെന്നോ പാർട്ടിക്കകത്ത്, പണ്ട് കോൺഗ്രസിൽ ഇങ്ങനെയായിരുന്നു, പാർട്ടിക്കകത്തുള്ള കലഹം തീർക്കുമോ അതോ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഭരണപക്ഷത്തോ ഇരിക്കുന്ന ആ പ്രശ്നങ്ങൾ തീർക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് ഇവിടെ ഇപ്പോ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പാർട്ടിക്ക് അകത്തുള്ള പടലപ്പിണക്കങ്ങൾ തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാകും, അല്ലെങ്കിൽ ഇനി പാർട്ടിയെ മൊത്തത്തിൽ അഴിച്ചു പണിയേണ്ടി വരുമോ, അതോ ഈ വിഷയങ്ങളിൽ മറുപടി പറയണോ? ആര് പറയുന്ന ഇനിയിപ്പോ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് CPM-കാരുടെ അല്ലെങ്കിൽ സൈബർ സഖാക്കളുടെ അവസ്ഥയാണ്. ആര് പറയുന്നതാണ് ഏറ്റുപിടിക്കേണ്ടത്? MV ഗോവിന്ദൻ പറയുന്നതാണോ, ജയരാജൻ പറയുന്നതാണോ, ഇനി പിണറായി വിജയൻ വാതുറന്ന് പറയും, ഇനി എന്തെങ്കിലും പറയുമോ? ആ ഒരു അവസ്ഥയിലേക്ക് CPM പോയിട്ടുണ്ട്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോ പ്രധാനമായിട്ടും CPM-ലെ
നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ചകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാർട്ടിയിൽ എതിർചേരി അല്ലെങ്കിൽ പുതിയൊരു ചേരി വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവം വാർത്തകൾ വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പുതിയ സംഭവം വർഗവഞ്ചകരെ കുറിച്ചും ഇതിനെക്കുറിച്ചും വിഴിഞ്ഞത്തിന്റെ കാര്യം ദേശാഭിമാനിയും എല്ലാം കൂടി എടുത്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരുന്ന ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. CPM-ന്റെ നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന നേതാക്കളാണ് CPM-ലുള്ള പലരും. ആർക്കൊപ്പം നിൽക്കണം? പിണറായി വിജയനൊപ്പം നിന്നാൽ, പഴയ പിണറായി വിജയനൊപ്പം നിന്നാൽ, അല്ലെങ്കിൽ പണ്ട് പിണറായി വിജയന് അച്യുതാനന്ദനെ വരെ വെട്ടിക്കൊണ്ട് പിണറായി വിജയൻ എന്ന ആൾ വരുന്നു. ഇനി പിണറായി വിജയനെ വെട്ടാൻ ആരെങ്കിലും വരുമോ? കാര്യം MA ബേബിയെ പോലും MA ബേബിക്ക് എല്ലാ കാലത്തും പിന്തുണ നൽകിയ ഒരാളാണ് പിണറായി വിജയൻ. അതേ MA ബേബി ഇത്രയും നാൾ മൗനമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ, കാര്യം എന്തെങ്കിലും സാഹചര്യത്തിൽ ജയിക്കുകയാണ് എങ്കിൽ വീണ്ടും മുഖ്യമന്ത്രി ഇയാളാണ്. അപ്പൊ ബേബിക്കൊക്കെ മിണ്ടാതിരുന്നേ പറ്റൂ. ഇപ്പൊ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് തിരിച്ചടിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇനിയും മിണ്ടാതിരുന്നാൽ പാർട്ടിയുടെ കാര്യം പ്രശ്നമാണെന്നുള്ളത് MA ബേബിക്ക് അറിയാം. ഞാൻ നേതൃത്വത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതെന്നും MA ബേബിക്ക് ഒരു തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണോ, നിലനിൽപ്പിന് വേണ്ടിയാണോ? പിന്നെ അധികാരമോഹം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന എല്ലാവർക്കും അധികാരത്തോടുള്ള ഒരു ആർത്തി ഉണ്ടാകുമ്പോൾ അവർക്കാണ്. ഇപ്പൊ പിണറായി വിജയൻ നമുക്കറിയാം, രണ്ട് ടൈം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആൾക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഏറ്റവും ജനകീയനാകാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ അവസ്ഥ പോലെ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായി മാറാം. അതുപോലെ CPM-ന്റെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയും തിരിച്ചു വരിക, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിപ്പോ പാർട്ടി ആയാലും നേതാക്കളായാലും ഒരു വശത്ത് നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ മറുവശത്ത് ഒരു വിധത്തിലും നിലനിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന രണ്ടുപേരാണ് MV ഗോവിന്ദനും പിണറായി വിജയനും. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും ഇപ്പൊ MV ഗോവിന്ദൻ വന്ന് പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയാണ്. അത് VD സതീശനൊപ്പം ആവുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നില്ല എങ്കിൽ പണി പാളും. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെയും നിങ്ങൾ കണ്ടതാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശനെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ, അതിപ്പോ ഭരണപക്ഷം പറയുന്ന കാര്യങ്ങളെ പരസ്പരം കമ്പയർ ചെയ്ത് പറയാതിരിക്കുക, അത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മറുവശത്ത് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ഭരണപക്ഷത്തിനെ അടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റുകളായിരിക്കണം. തിരിഞ്ഞ് CPM-നോ LDF-നോ കുത്തുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ കാലത്തും കൈരളിയെയും ദേശാഭിമാനിയെയും നേതാക്കളെ ഒന്നും തള്ളിപ്പറഞ്ഞാൽ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. കാര്യം നമുക്കറിയാം, എല്ലാ വിഷയത്തിലും, അല്ലെങ്കിൽ CPM പ്രതിരോധത്തിലാവുമ്പോൾ CPM-ന്റെ സ്ഥിരം പരിപാടിയാണ് തള്ളിപ്പറയുക എന്നുള്ളത്. അങ്ങനെ ഇനി ആരൊക്കെ പിണറായി വിജയനെ ഇനി എന്ന് തള്ളിപ്പറയുമെന്ന് കൂടി നമ്മൾ കാണുക, അല്ലെങ്കിൽ പിണറായി വിജയനെ തള്ളിപ്പറയുന്നത് കഷ്ടകാലാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഇപ്പൊ CPM-നെതിരായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ അതിനൊക്കെ കാരണം ഈ നേതൃത്വം മോശമാണെന്നുള്ള പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വരുന്നു. ഇതിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പൊ തൽക്കാലം പുതിയൊരു വിഷയത്തിലേക്ക് തെന്നി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളും ഈ ചർച്ചകളൊക്കെ തുടരാൻ സാധ്യതയുണ്ട്. ദേശാഭിമാനിയെ മാത്രം തള്ളിപ്പറഞ്ഞതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയാം.